ഐ എം എ ബിഗ് ഫാൻ ഓഫ് പേളിമാണി. ഞാനേ റീസെൻ്റ്ലി പേളിയിട്ടിട്ടുള്ള ഒരു പോസ്റ്റ് കണ്ടു ഇന്നലെ. അതായത് ബോഡി ഷെയ്മിങ്ങിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആളുടെ സെൽഫ് ലവിനെ കുറിച്ചിട്ട് പറയുന്നൊരു വീഡിയോയാണ്. എനിക്ക് തോന്നുന്നു കുറേ പേര് ഞാനടക്കമുള്ള കുറേ പേര് പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ് പേളിമാണി ആ പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. ആക്ച്വലി ബോഡി ഷെയ്മിങ് ചെയ്തുകൊണ്ടിരിക്കുന്നവരെന്നും ചെയ്തുകൊണ്ടിരിക്കും, കേൾക്കുന്നവരെന്നും കേട്ടോണ്ടിരിക്കേണ്ടി വരും. പറയുന്നവർക്ക് അത് ഓക്കെ ആയിട്ട് തോന്നുന്നുണ്ടാവും. കാരണം വണ്ണം തീരെ കുറഞ്ഞു കഴിഞ്ഞാൽ പറയും എന്തെങ്കിലും തിന്ന് വണ്ണം വെച്ചൂടെ, വണ്ണം കൂടിക്കഴിഞ്ഞാൽ പറയും എന്തെങ്കിലും ചെയ്ത് വണ്ണം കുറച്ചൂടെ. ആക്ച്വലി നമുക്കില്ലാത്ത പ്രശ്നമാണ് കണ്ടോണ്ടിരിക്കുന്നവർക്ക്. കുറെ വീഡിയോസ് ഇതിനെ കുറിച്ചിട്ട് ചെയ്തിട്ടുണ്ടാവും. കുറെയൊക്കെ മാറ്റം വന്നിട്ടുണ്ടെന്നാണ് പലരും പറയുന്നതെങ്കിലും ഒരു സ്ഥലത്ത് മാറ്റം വന്നിട്ടില്ല. ഞാൻ എൻ്റെ ഒരു +2 ആ ഒരു ടൈമിലൊക്കെ ഉണ്ടല്ലോ, +2 ഡിഗ്രി ഫസ്റ്റ് ഇയർ ആ ഒരു ടൈം വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ ഒരു ഭാഗമൊന്നും അത്ര വലിയ വണ്ണം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വണ്ണം ഇല്ലാത്തത് കൊണ്ട് തന്നെ കഴുത്ത് ഭയങ്കര നീണ്ടിട്ടൊക്കെയാണ് കണ്ടിരുന്നത്. ഇവിടുത്തെ ഈ ബ്യൂട്ടി ബോൺ എന്നാണ് പറയുന്നത് എനിക്കുണ്ടായിരുന്നു. കോളർ ബോൺ ഉണ്ടല്ലോ, അങ്ങനത്തെ ഇതൊക്കെ വെച്ചിട്ട് ഭയങ്കര ഒരു സ്കിന്നി ആയിരുന്നു. പക്ഷെ എന്ന് വെച്ചിട്ട് വലിയ വൃത്തിയായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനായതുകൊണ്ട് പറയല്ല, വലിയ വൃത്തിയായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ആക്ച്വലി. പക്ഷെ ആ സമയത്തൊക്കെ എന്നെ കൊണ്ട് മറ്റേ നെയ്യ് തീറ്റിക്കുക, വെണ്ണ തീറ്റിക്കുക, തൈര് തീറ്റിക്കുക, പിന്നെ പഴം, അതൊക്കെ ആക്ച്വലി എനിക്ക് അതിനോടൊക്കെ ഭയങ്കര ക്രേസാണ്. ഫുഡ് കുറേ ഇങ്ങനെ തരുമായിരുന്നു. എപ്പോഴും ഫുഡ് കഴിക്കും കണ്ടില്ലേ ഉണങ്ങി ചുള്ളിക്കമ്പ് മാതിരി ഇരിക്കണത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. ഞാനൊരു ഡിഗ്രി സെക്കൻഡ് ഇയർ കഴിഞ്ഞ് ഫൈനൽ ഇയർ എത്തേണ്ട ടൈം ആയപ്പോഴേക്കും ഞാൻ വന്ന് വീർത്ത് തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കാത്തൊരു മാതിരി വീർക്കലായി തുടങ്ങി. ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ടൈം വരെ എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 47, 48, 49 ആ ഒരു റേഞ്ച്. അതായത് 50 എത്തില്ല, എന്നാൽ 46, 45 താഴത്തേക്ക് പോവില്ല. അതിൻ്റെ ഇടയിൽ നിന്നിട്ടാണ് കളിച്ചിരുന്നത്. ഞാൻ അതിൽ വളരെ കംഫർട്ടബിൾ ആയിരുന്നു. ഞാൻ ആ ഒരു വണ്ണത്തില് എൻ്റെ ആ ഒരു വെയിറ്റിൽ ഞാൻ കംഫർട്ടബിൾ ആയിരുന്നു. പക്ഷെ എല്ലാവർക്കും കാണുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കാരണം കൊണ്ട് കേൾക്കുന്ന എനിക്ക് അതിലേറെ വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെയായി ഇവർ തരുന്നതൊക്കെ തിന്ന് രാവിലെ പാല്, രാത്രി പാല്, ഉച്ചയ്ക്ക് പാല്, ഇളനേരം പാല്, നെയ്യ്, വെണ്ണ, പഴം, എന്തൊക്കെ തരാൻ പറ്റുമോ അതൊക്കെ തരും. ഇതൊന്നും കൂടാണ്ട് പപ്പയുടെ വക മറ്റേ ഒരു പ്രോട്ടീനെക്സ് എന്ന് പറഞ്ഞിട്ടൊരു പൗഡർ ഉണ്ടായിരുന്നു. ആ പൗഡർ പാല് കലക്കി തരിക. അങ്ങനെയൊക്കെ ഒരുപാട് പണിത ശരീരമാണത്. അങ്ങനെ ശരീരം പണിത് ഡിഗ്രി ഫൈനൽ ഇയർ ആവുന്നതോട് കൂടിയിട്ട് 50, 55, 60 അങ്ങനെ കയറി ഇപ്പൊ എന്റെ വെയിറ്റ് വരുന്നത് 75 kg ആണ്. ഈ 75 എന്ന് പറയുമ്പോൾ ഞാനിപ്പോഴും എന്റെ വണ്ണത്തില് കംഫർട്ടബിൾ ആണ്. പക്ഷെ എനിക്ക് ചുറ്റുമുള്ളവര്, എന്നെ കാണുന്നവര് ഭയങ്കര ഡിസ്കംഫർട്ടബിളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടുമ്പോൾ അവർക്ക് കുറ്റം പറയണം, നമ്മൾ എവിടേക്കെങ്കിലും നടക്കുമ്പോൾ കുറ്റം പറയണം, എല്ലാത്തിനും അവർക്ക് കുറ്റം പറയണം. ഈവൻ നമ്മൾ BP ലോ ആയിട്ടൊന്ന് തല കറങ്ങിയാൽ പോലും പറയും വണ്ണം കൂടിയിട്ടുണ്ട്. അങ്ങനത്തെ ആൾക്കാരാണ് ചുറ്റിനുള്ളത്. എനിക്ക് പേളിയുടെ ആ ഒരു പോസ്റ്റ് തന്നെ ഭയങ്കരമായിട്ട് എന്നെ എന്താ പറയാ സ്വാധീനിച്ചു. ഞാനപ്പോൾ അതിന്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നലെ രാത്രിയാണ് ഞാൻ ആ പോസ്റ്റ് കണ്ടത്. ഇന്നലെ തന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഒരു വീഡിയോ, നാളെ എന്തായാലും ഒരു വീഡിയോ ചെയ്യണം ഇതിനെ കുറിച്ചിട്ട്. കുറെ പേര് സംസാരിക്കാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ്. പേളിമാണി എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ ആണല്ലോ. ഞാൻ ഒറ്റ ഇന്റർവ്യൂ പോലും മിസ് ചെയ്യാണ്ട് എല്ലാ ഇന്റർവ്യൂസും കാണാറുണ്ട്. ഞാൻ ഭയങ്കര ഒരു എന്റർടൈനർ ആയതുകൊണ്ട് എനിക്ക് പേളിമാണിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അതിങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് എടുക്കുന്ന സമയത്താണ് ഞാൻ ഇൻസ്റ്റയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴേ ലഡ്ഡു എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിം കണ്ടു. ഷോർട്ട് ഫിലിം കാണുകയല്ല, അതിന്റെ ഷോർട്സ് കണ്ടു ഇൻസ്റ്റയില്, റീലില്. ലഡ്ഡു എന്നാണ് പേര്. എനിക്ക് അതിന്റെ കാസ്റ്റിങ്ങും കാര്യങ്ങളൊന്നും അറിയില്ല. ഞാൻ ചില മുഖങ്ങൾ അതിലത്തെ എവിടെയൊക്കെയോ കണ്ടുപരിചയമുണ്ട് എനിക്ക്, അല്ലാതെ എനിക്ക് മുഴുവനായിട്ട് അറിയില്ല. പക്ഷെ ഞാൻ ഷോർട്ട് ഫിലിംസ് ഒന്നും കാണാത്തതാണ്. അതിൽ ആ ഒരു സീൻ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തതുകൊണ്ട് ഞാൻ ഷോർട്ട് ഫിലിം യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്തിട്ട് അത് മുഴുവൻ ഇരുന്ന് കണ്ടു. ഓ വാട്ട് എ ഫീൽ ഗുഡ് ഷോർട്ട് ഫിലിം. ഞാൻ ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനത്തെ ഒരു സാധനം കണ്ടിട്ടില്ല. അതായത് കഴിയരുതേന്ന് തോന്നിപ്പോകും നമുക്ക്. അതേപോലെ അത്രയും, അതായത് ആ ഒരു പെൺകുട്ടി ആക്ച്വലി ഞാനാണെന്നുള്ള ഒരു ഇതിലാണ്. ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ മധുരം കഴിക്കും. നല്ല രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മധുരം കഴിക്കും. എനിക്ക് എപ്പോഴും സ്വീറ്റ്സ് തന്നുകൊണ്ടിരുന്ന ഞാൻ എപ്പോഴും സ്വീറ്റ്സ് തന്നുകൊണ്ടിരിക്കും. അതുപോലെ ഫുഡ് ഭയങ്കര ഫുഡോളിക്കാണ്. എന്ത് ഫുഡ് കിട്ടിയാലും തിന്നും. എന്ത് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഫുഡ് കിട്ടിയാലും തിന്നും. അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ടായിരിക്കാം എനിക്കത് ഭയങ്കരമായിട്ട് ഞാനായിട്ട് തോന്നി എനിക്ക് ആ ഒരു ക്യാരക്ടർ. പിന്നെ അതിന്റെ എൻഡിങ് ആയാലും
എൻഡിങ്ങില് ചെറിയ പ്രണയമൊക്കെ ഉണ്ടായില്ലേ, ചെറിയ പ്രണയമല്ല, അത്യാവശ്യം നല്ലൊരു പ്രണയമൊക്കെ ഉണ്ട്. ഒരു സ്കിന്നി ആയിട്ടുള്ള കുറച്ച് ഫിറ്റ് ആയിട്ടുള്ള ബോഡി ഫിറ്റ് ആയിട്ടുള്ള ഒരാള് വന്നിട്ട് പെണ്ണ് കാണാൻ വരുന്നു. നിങ്ങൾ ആ ഒരു ഷോർട്ട് ഫിലിം ഒന്ന് കണ്ടുനോക്കുക. ഞാൻ പറ്റുകയാണെങ്കിൽ ഇതിൽ ഞാൻ അതിന്റെ ലിങ്ക് ഒന്ന് പിൻ ചെയ്യാം കേട്ടോ. എനിക്ക് ആക്ച്വലി അവരുടെ ഇതിനെ കുറിച്ചിട്ടൊന്നും വലിയ ധാരണയൊന്നുമില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ്, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഷോർട്ട് ഫിലിംസ് ഒന്നും അങ്ങനെ അത്ര വലിയ ഇഷ്ടമുള്ള ആളൊന്നുമല്ല, ഞാൻ കാണാറില്ല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് കാണുമ്പോൾ നോക്കുന്നു മാത്രം. അപ്പൊ അങ്ങനെ കണ്ട ഒരു വീഡിയോ ആണ്, എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ അതും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തണം എന്ന് തോന്നി. അപ്പൊ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ബോഡിയാണ്, നിങ്ങൾ അത് എങ്ങനെ കൊണ്ടുപോകണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. പിന്നെ ഇതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. എന്റെ ചേട്ടൻ എൻ്റെ അടുത്ത് പറയാറുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ വണ്ണുള്ളത് കൊണ്ട് കാണാൻ വികൃതമായിട്ട് തോന്നിയിട്ട് നിന്നെ ചീത്ത പറയുന്നതല്ല. ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ, സ്വീറ്റ്സ് കഴിക്കുമ്പോൾ, പുറത്തുനിന്നൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ജങ്ക് ഫുഡ് കഴിക്കും ഞാൻ. അപ്പൊ അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ എന്നെയും എൻ്റെ അനിയനുണ്ട് ഗോകുല്, അവരും എന്നെ പോലെ തന്നെയാണ്, ഭയങ്കരമായിട്ട് ഫുഡിയാണ്. അപ്പൊ ഞങ്ങളെ ഇങ്ങനെ ഏതു നേരം ചേട്ടൻ ചീത്ത പറയാറുള്ളത്, നിങ്ങൾക്ക് വണ്ണുള്ളത് കൊണ്ടുള്ള പ്രശ്നമല്ല, ഫുഡ് അങ്ങനെ ഒരുപാട് കഴിക്കുമ്പോൾ ഫാറ്റ് കൂടിയിട്ട് എന്തെങ്കിലും അസുഖം വരും എന്നുള്ള പേടി കൊണ്ടാണ്. കൊളസ്ട്രോള്, ഇപ്പൊ അനിയന് ചെറിയ കൊളസ്ട്രോളിന്റെ ചെറിയ പ്രശ്നമുണ്ട്, പിന്നെ എനിക്ക് അവനും ഫാറ്റി ലിവറിന്റെ ചെറിയ ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ചേട്ടൻ ഞങ്ങളെ കൺട്രോൾ ചെയ്യാറ്. അത് നമുക്ക് ഓക്കെയാണ്, പറയുന്നതിൽ ചെറിയ കാര്യം ഉണ്ടല്ലോ. അതായത് ഇഷ്ടമുള്ള ഫുഡ് കഴിച്ചോ എന്ന് ചേട്ടൻ പറയാറുണ്ട്, പക്ഷെ അത് അത്ര ഓവറായിട്ട് കഴിക്കരുതെന്നാണ് പറയാറ്. ഇപ്പൊ നമുക്കൊരു ലഡ്ഡു കിട്ടിക്കഴിഞ്ഞാല് ഒരെണ്ണം വേണമെങ്കിൽ വല്ലപ്പോഴൊക്കെ തിന്നണോട് കുഴപ്പമില്ല. ഞാനാണെങ്കിലും അവനാണെങ്കിലും അത് ഒരെണ്ണത്തുമ്പോ നിർത്തില്ല. ഇപ്പൊ ഒരു 10 ലഡ്ഡു കൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിയുന്നത് എത്രത്തോളം, അത് കഴിയുന്നത് വരെ, നമുക്ക് മതിയാവുന്നോളം എന്നല്ല, അത് കഴിയുന്നത് വരെ. അതാണ് ഞങ്ങളുടെ പോളിസി. പിന്നെ എല്ലാവരും വയറ് നിറയുന്നവരെയല്ല കഴിക്കുക, ഞങ്ങൾ അങ്ങനെയല്ല. ഞാൻ പ്രത്യേകിച്ചും അങ്ങനെയല്ല. എനിക്ക് കൊതി തീരണ വരെ കഴിക്കണം. അതായത് ആ കൊതി മാറിയോ, മടുത്തു എന്ന് തോന്നുന്ന വരെ ഞാൻ കഴിക്കും. അപ്പൊ അതൊക്കെ ഇത്തിരി പ്രശ്നമാണ്. അപ്പൊ അതൊക്കെ പറയാറുണ്ട്, അതൊക്കെ ഓക്കെ. അതല്ലാതെ ഈ ബന്ധുക്കൾക്കാണ് കുറച്ചുകൂടെ കൂടുതൽ, നാട്ടുകാർക്ക് ഉണ്ടെങ്കിലും അവർക്ക് നമ്മുടെ അടുത്ത് പറയാനുള്ള ഒരു ലിമിറ്റേഷൻ ഉള്ളത് കാരണം കൊണ്ട് ഇങ്ങനെ മറ്റേ നോട്ടം ഇതും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവർക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർത്തു കൊടുക്കാനൊന്നും നമ്മളെ കൂടെ പറ്റില്ല. ഞാൻ എൻ്റെ ഈ ഒരു ബോഡിയിൽ കംഫർട്ടബിൾ ആണ്. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുപോലെ ചെയ്യാം. പിന്നെ ഇതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഫ്രീഡം ആണ്. വണ്ണം വെക്കുന്നതും വേറൊരു കാര്യം പറയട്ടെ, ഈ വണ്ണം വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫുഡ് കഴിച്ചിട്ട് മാത്രമല്ല കേട്ടോ വണ്ണം വെക്കുക. എനിക്ക് PCOD ഉള്ള ആളാണ്, അതുപോലെ തൈറോയിഡ് ഉള്ള പേഷ്യൻസ് ഉണ്ടായിരിക്കും. അവർക്കൊക്കെ ഈ ഫാറ്റ് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി അത് എങ്ങനെ പോയാലും വെയിറ്റ് ഗെയിൻ ചെയ്തുകൊണ്ടിരിക്കും അവര്. അപ്പോൾ ഒരാള് വണ്ണം വെച്ചിട്ട് കാണുമ്പോൾ അയ്യേ ഇതെന്ത് ഇത്ര വണ്ണം, തിന്നിട്ടാണോ, തീറ്റ കുറക്കി, അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം അവര് എത്രത്തോളം ഫുഡ് കഴിക്കുന്നുള്ളത് അവർക്കല്ലേ അറിയുള്ളൂ. ചിലപ്പോ ഒരു നേരം ഫുഡ് കഴിക്കുന്നവരുണ്ടാവാം, ചിലപ്പോൾ വെജിറ്റബിൾസ് മാത്രം കഴിക്കുന്നവരുണ്ടാവാം, ഡയറ്റ് എടുക്കുന്നവരുണ്ടാവാം. ഇതൊന്നും നമുക്ക് അറിയാത്ത കാര്യമാണ്. അറിയാത്ത കാര്യത്തെ കുറിച്ചിട്ട് അധികം ചെന്ന് ചൊറിയാതിരിക്കുക, അതാണ് നമുക്ക് ചെയ്യാനുള്ള ഒരു വലിയ കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുക, ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുക. ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാനാണല്ലോ അതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പക്ഷെ ഹെൽത്ത് നോക്കണം, അല്ലാതെ എന്നെ പോലെ ഹെൽത്ത് നോക്കാതെ വാരി വലിച്ച് തിന്നരുത്. ഇഷ്ടമുള്ളത് കഴിക്കാം, നമുക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം, നമ്മുടെ ചോയ്സാണത്. പിന്നെ എല്ലാവരും വണ്ണം വെക്കുന്നത് ഫുഡ് കഴിച്ചിട്ടല്ല എന്നുള്ളത് കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇത്രയൊക്കെ പറയണം, കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. മെയിനായിട്ട് ഇതാണ് ബോഡി ഷേമിങ്. അത് ചെയ്യുന്നവരോടാണ് ചൊറിയരുത്, വല്ലാതെ ചൊറിയരുത്. കാര്യം പറഞ്ഞതിന് ശേഷം ചൊറിഞ്ഞോളൂ എന്ന് കുഴപ്പമില്ലല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ.